റിലീസ് ഡേറ്റ് ഫൈനൽ ആയിട്ടില്ല, നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുള്ളൂ. പോസ്റ്റ് പ്രൊഡക്ഷൻ മെയ് ലാസ്റ്റിൽ ഉണ്ടാവും. ഞാൻ മേഡം ലാസ്റ്റ് പറഞ്ഞതിലൊരു ആഡ് ഓൺ പറയാൻ വേണ്ടിയിട്ടാണ്. വിൻസി ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ ദിവസവും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റോറി റൈറ്റർ ആയതുകൊണ്ട് എൻ്റെ റിക്വയർമെന്റ് ഇല്ല അവിടെ. ഞാൻ അവിടെ ആകെ 5-10 ദിവസമേ പോയിട്ടുള്ളൂ. ഞാൻ ഇതിനിടയിൽ വിൻസി അഭിനയിച്ചൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. വിൻസി ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം കംഫർട്ടബിൾ അല്ലേ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വിൻസി അവിടെ കൂളല്ലേ എന്നൊരു രീതിയിൽ മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വാട്സാപ്പിൽ ഞാൻ അയച്ചിരുന്നു ആ ഡേറ്റിൽ. പക്ഷെ വിൻസി തിരക്കൊണ്ടായിരിക്കാം എനിക്ക് ആ സമയത്ത് വിൻസിയുടെ റിപ്ലൈ എനിക്ക് കിട്ടിയിരുന്നില്ല. അത് ഷൂട്ടിൻ്റെ കാരണം കൊണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിൻസിയുമായിട്ട് സംസാരിക്കുന്നത് ഈ ഇഷ്യൂ നടന്നതിൻ്റെ വീഡിയോ ലീക്ക് ആയതിനു ശേഷം, ഇതൊരു ഇഷ്യൂ ആയിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുതയുണ്ട്. അതായത് ഇത് എങ്ങനെയാണ് ആരംഭിച്ചത്? വിൻസി ഒരു പ്രതിജ്ഞ എടുക്കുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് വൈറലാകുന്നു, അതിനുശേഷമാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, അതിനുശേഷം മാത്രമാണ് വിൻസി വിഷയത്തെ പറ്റിയിട്ട് വിൻസിക്ക് ചോദ്യങ്ങൾ ഉയർന്നു. വിൻസിയുടെ അടുത്ത് ആളുകൾ പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അവരവരുടെ അനുഭവം ഷെയർ ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പുള്ളിക്കാരി ആ ഒരു സമയത്തെടുത്ത ഒരു ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, അത് സിനിമയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ള രീതിയിലാണ് അവരതിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അത് വ്യക്തമാണ്. കാരണം അവര് നിങ്ങൾക്ക് മീഡിയയ്ക്ക് മുന്നിൽ തന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാം ചിലത് മറച്ചു വെച്ചിട്ട് സംസാരിക്കുന്നത് കാര്യമില്ലല്ലോ. ചിലതിൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിലുള്ള ബാക്കിയുള്ള ആളുകളെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരെ വളരെ നന്നായിട്ട് കെയർ ചെയ്തൊരു സിനിമ സെറ്റ് കൂടിയായിരുന്നു ഇതെന്ന് അവർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എല്ലാ മീഡിയസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താ, ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്തത്. നല്ലൊരു പ്രൊഡക്ഷൻ ടീമാണ്, ഡയറക്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, ബാക്കിയുള്ള ഓർട്ടിസ്റ്റുകളെ ഇവരെ പറ്റി ആരെ പറ്റിയും പുള്ളിക്കാരിക്ക് ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം വീഡിയോ ചിലപ്പോൾ വിൻസി കാണുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന റിജക്ട് ചെയ്ത് ഏതെങ്കിലും കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്കും നിങ്ങൾക്ക് വീണ്ടും അവരോട് ചോദിക്കാമല്ലോ, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും ഈ വിഷയത്തെ പറ്റിയിട്ട് നേരത്തെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓൾറെഡി ഇത് തീർപ്പായാലും ഇങ്ങനെ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു.